ഹായ് ഗൈസ്, ഞാനും അമ്പും കൂടി ഒരു യാത്രയിലാണ്. ചെന്നൈയിൽ നിന്നും ബാംഗ്ലൂർ വഴി മൈസൂർ, അവിടെ നിന്ന് നേരെ കണ്ണൂർ. വെരി ബ്യൂട്ടിഫുൾ മെമ്മറീസ് ട്രിപ്പ്. അതിമനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഞങ്ങളുടെ കാർ കുതിച്ചു പായുകയായിരുന്നു ബാംഗ്ലൂർ ലക്ഷ്യമാക്കി. അപ്പോഴേക്കും കാഴ്ചകളിൽ മുഴുകിയിരുന്ന അമ്പുമോൻ ഉറക്കത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഊളിയിട്ടിറങ്ങുകയായിരുന്നു. എന്നിട്ടും തളരാത്ത മനസ്സുമായി ഞാൻ മുന്നോട്ട് തന്നെ. ഞാൻ വഴിയിലെല്ലാം നോക്കിക്കൊണ്ടിരുന്നത് ആത്തിച്ചക്ക എവിടെയെങ്കിലും വെച്ച് വിൽക്കുന്ന ആരെങ്കിലും കാണുന്നുണ്ടോ എന്നായിരുന്നു. കാരണം ആത്തിച്ചക്ക എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ടാണ്. അത് എവിടെ നിന്നും കിട്ടിയതുമില്ല. അപ്പോഴേക്കും നമ്മുടെ അമ്പുമോൻ പൂർവാധികം ശക്തിയോടെ ഡ്രൈവർ സീറ്റിലേക്ക്. അവിടെ നിന്ന് അങ്ങോട്ട് അമ്പുമോൻ്റെ ഒരു പ്രകടനമായിരുന്നു 1.5-2 മണിക്കൂർ. പിന്നെയും എൻ്റെ സുരക്ഷിതമായ കൈകളിലേക്ക് വണ്ടി ഏൽപ്പിച്ചുകൊണ്ട് അമ്പുമോൻ വീണ്ടും ഉറക്കത്തിലേക്ക്. ഞാൻ സത്യമംഗലം കാട് കയറി തുടങ്ങിയപ്പോൾ ചെറിയ ഒരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. ഈ പാതയിലൂടെ പോകുമ്പോൾ എൻ്റെ മനസ്സിൽ ഓടി വരുന്ന ഒരു ഓർമ്മയെന്ന് പറയുന്നത് പണ്ടെങ്ങോ പുസ്തകങ്ങളിൽ വായിച്ച് പഠിച്ച വീരപ്പൻ്റെ കഥയാണ്. അതെ, ഒരു കാലത്ത് തമിഴ്നാട് പോലീസിനും കർണാടക പോലീസിനും ഒരുപോലെ തലവേദനയായിരുന്ന സാക്ഷാൽ വീരപ്പൻ്റെ കാട്. അതെ, അത് തന്നെയാണ് ഈ പാത. ഇതുവഴി പോകുമ്പോൾ കുറച്ച് പേടിയൊക്കെ തോന്നുമെങ്കിലും സിദ്ദിഖ് കണ്ണൂരിൽ എത്തുമ്പോഴേക്കും ഞങ്ങൾക്കും അവിടെ എത്തണം. അതിനെക്കൊണ്ട് ഞങ്ങളുടെ കാർ കുതിച്ചു പോവുകയാണ് കണ്ണൂർ ലക്ഷ്യമാക്കി.